എ മാൻ ഒരു മനുഷ്യൻ. ഈ സ്റ്റോറി എഴുതിയത് വൈക്കം മുഹമ്മദ് ബഷീറാണ്. അപ്പോൾ ഇത് എ മാൻ ഇംഗ്ലീഷിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്തത് വി എ അബ്ദുള്ള. ഇതൊരു പാവപ്പെട്ടവരുടെ വേശ്യ എന്നൊരു കളക്ഷനിൽ നിന്ന് എടുത്ത പോയം. ഈ പോയം ഭയങ്കര സിമ്പിളാണ്. അപ്പോൾ ഞാൻ വെച്ചാൽ ഒരു ഒരു പത്തറ്റിക് സിറ്റുവേഷൻ, ഒരു ടഫ് സിറ്റുവേഷനിൽ ഒരാളെ രക്ഷിക്കുന്നത്. ആരാ രക്ഷിക്കുന്നത്? ഇൻഡയറക്റ്റ് ആയിട്ട് ആ ടഫ് സിറ്റുവേഷനിൽ ആരാണ് വിട്ടത് അയാൾ തന്നെ നിന്നാണ് ഇയാളെ രക്ഷിക്കുന്നത്. ഇയാളില്ലേ നാട്ടിലെന്ന് വെച്ചാൽ എല്ലാവരും ഭയങ്കര ഒരു ക്രൂവാലിറ്റിയാണ്. ഒരു ഒരു വില്ലേജ് ഭയങ്കര എല്ലാവരും ഇങ്ങനെ മേർഡറിങ്ങും റോബറിങ്ങും പിക്ക് പോക്കറ്റിങ്ങും ഇതെല്ലാം ഭയങ്കര ഇങ്ങനെ ഡെയിലി നടക്കുന്നത് ഭയങ്കര നോർമൽ ആയിട്ടുള്ളൊരു ഒരു സ്ഥലമാണത്. അപ്പോൾ അതായത് ഒരു നല്ല ആളെ കാണുകയേ ചെയ്യില്ല അങ്ങനത്തെ ആ സ്ഥലത്ത്. അപ്പോൾ ഇയാൾക്ക് എങ്ങനെയാണ് പൈസ കിട്ടുന്നത് വെച്ചാൽ ഇയാൾ ഭയങ്കര ടഫാണ്, ഭയങ്കര പോവേർട്ടിയിലാണ് ഇയാളില്ല. അപ്പോൾ ഇയാൾ എങ്ങനെ പൈസ കിട്ടുന്നത് വെച്ചാൽ ഇയാൾക്ക് ഇംഗ്ലീഷ് അറിയാം. അപ്പോൾ ഇംഗ്ലീഷ് എന്താ ആർക്കും വലിയ നോളജ് ഒന്നുമില്ല. അപ്പോൾ ഇംഗ്ലീഷിൽ ഓരോ അഡ്രസ്സും ലെറ്ററെല്ലാം എഴുതാൻ പഠിപ്പിച്ച് ഒരു ലെറ്ററിന് ഒരു എണ്ണ 4 എണ്ണ അങ്ങനെ രീതിയിലാണ് ഇയാൾ എന്താണ് ഇതാക്കല്. അപ്പോൾ ഇയാളെ ഡെയിലി ഇയാളെ എക്സ്പെൻസീവ് കുറക്കാൻ പറ്റും. ഇയാൾ എന്താക്കുമെന്ന് വെച്ചാൽ വൈകുന്നേരം എണീക്കും, ഈവനിങ് ആകുമ്പോൾ എണീക്കും. ഇയാളെ എക്സ്പെൻസ് കുറയും. അതുപോലെ തന്നെ ഇയാൾ ആകെ ഒരു സമ്പാദ്യം എന്ന് പറയുമ്പോൾ ഒരു 14 റുപ്പീസാണ്. അങ്ങനെ ഇയാൾ ഒരിക്കൽ ഒരു ക്രൗഡഡ് റെസ്റ്റോറൻറ്റ്, ഒരു തിരക്കുള്ള ഹോട്ടലിൽ കയറി ഫുൾ മീൽ ഓർഡർ ചെയ്ത് ചപ്പാത്തിയും മീൽ കറിയെല്ലാം ഓർഡർ ചെയ്ത് നല്ലോണം ഫുഡെല്ലാം കഴിച്ചിട്ട് പോക്കറ്റിൽ നിന്ന് പൈസ എടുക്കാൻ പോകുമ്പോഴത്തേക്ക് പോക്കറ്റ് കാണുന്നില്ല. കുറേ തപ്പിക്കോട്ടൽ അങ്ങനെ താങ്ങുന്നില്ല. ലാസ്റ്റ് ഈ ഷോപ്പ് കീപ്പറിനോട് പറഞ്ഞു, റെസ്റ്റോറൻറ്റ് കീപ്പറിനോട്. ഈ റെസ്റ്റോറൻറ്റ് കീപ്പറാണെങ്കിൽ വെറുതെ ഇങ്ങനെ പൊട്ടിച്ചിരിക്കുന്നില്ല അവിടെ. ഇയാൾ പറഞ്ഞു എന്നാൽ നിൻ്റെ കോട്ടൂരി എന്നാ കാണട്ടെ. എന്നിട്ട് കോട്ടൂരി, എന്നിട്ടാണ് ഷർട്ടൂരി, ഷൂസ് ഊരാൻ പറഞ്ഞു. ഷൂസ് ഊരി ലാസ്റ്റ് ട്രൗസർ ഊരാൻ പറഞ്ഞു. അപ്പോൾ ട്രൗസർ ഊരിയാൽ എന്താ നെയ്ക്കടായി. അപ്പം പറഞ്ഞു എന്ത് ക്രൂവാലിറ്റി ആണെന്നൊന്നും മനസ്സിലാക്കുന്നില്ല. ഞാനിപ്പം എല്ലാവരും ഇപ്പം എന്നെ കൊല്ലും അങ്ങനെ എന്തെല്ലോ മൈൻഡിൽ ഇങ്ങനെ വിചാരിക്കുന്നുണ്ട്. അതെല്ലാം ഒരാൾ വന്നിട്ട് എത്ര റുപ്പീസാന്ന് ചോദിച്ചാൽ അപ്പം പറഞ്ഞ 11 എണ്ണാസ് എന്ന് പറഞ്ഞ് എൻ്റെ പൈസ കൊടുത്ത്. അപ്പം ഇയാൾക്ക് അയാളോടുള്ള ഗ്രാറ്റിറ്റ്യൂഡ് അത്രയും പറഞ്ഞാൽ മനസ്സിലാവില്ല. കാരണം എന്നാൽ ഇത്രയും സിറ്റുവേഷൻ എല്ലാവരും ചിരിക്കുന്ന ഇപ്പം അയാളെ എല്ലാവരും എന്താ പറയുക മേർഡറിങ്ങെല്ലാം ഭയങ്കര നോർമലായിട്ട് നിൽക്കുന്ന ഒരു സ്ഥലമാണ്. അപ്പോൾ എന്താ ചെയ്യാൻ പറ്റുമെന്ന് പറയാൻ കഴിയില്ല. അത്രക്കും ക്രൂവൽ, അതായത് മേഴ്സി എന്ന് പറഞ്ഞ സാധനം, ദയ എന്ന് പറഞ്ഞ സാധനം അവർക്കില്ലാതൊരു വില്ലേജ് എന്നത്. ഇയാൾക്ക് അയാളോട് ഭയങ്കര ഗ്രാറ്റിറ്റ്യൂഡ് തോന്നി. ഇയാളെനിക്ക് അയാളെ ബാഗിൽ തന്നെ പോയിട്ട് എന്താ പേര് ചോദിച്ചുകൊണ്ട് വന്നു. അപ്പം ഐ ഹാവ് നോ നെയിം, എനിക്ക് പേരില്ല, പക്ഷെ ഞാൻ നിങ്ങളെ മേഴ്സി എന്ന് വിളിക്കും. മേഴ്സി എന്ന് പറയുമ്പോൾ ദയ. അങ്ങനെ അത് കഴിഞ്ഞിട്ട് എന്താണ് അയാൾ അതായത് കള്ളൻ എന്താക്കി എല്ലാം ചുറ്റും നോക്കിയിട്ട് ആരും ഇല്ലാന്ന് മനസ്സിലാക്കിയ സമയത്ത് ഓരോ കോട്ട് തുറന്ന് അന്നേരം ആൾ 5 പോക്കറ്റ്. ഇതിൽ നിങ്ങളത് ഏതാന്ന് ചോദിച്ചു. ഇതിൽ ഏതാ വാലറ്റ്? അപ്പോൾ ഇതാണ് എൻ്റെ വാലറ്റ് എന്ന് പറഞ്ഞിട്ട് അതെടുത്തിട്ട് പോയിന്റ് ചെയ്തിട്ട് അത് കൊടുത്ത്. അപ്പം എന്നിട്ട് ആ കൊടുത്തിട്ട് നോക്കുമ്പോൾ സമയത്ത് ആ പൈസ അവിടെ തന്നെ ഉണ്ടായിരുന്നു. 14 റുപ്പീസ് അവിടെ തന്നെ ഉണ്ടായിരുന്നു. ഇയാൾ പറഞ്ഞു മേ ഗോഡ് ഹെൽപ്പ് ചെയ്യട്ടെ. എന്നിട്ട് ബഷീർ തിരിച്ചും യൂട്യൂബ് എന്നാട്ടും പറഞ്ഞു ഗോഡ് ഹെൽപ്പ്, നിങ്ങളും അനുഗ്രഹിക്കട്ടെ. അപ്പോൾ ഇയാളെ പാത്തറ്റിക് സിറ്റുവേഷനിൽ തന്നെ ഇട്ട ആളെന്നെ എന്താ പറയുക ഇയാളെ രക്ഷിക്കാൻ. അപ്പോൾ ഇങ്ങനെ ഒരു കൺക്ലൂഷൻ കൊടുക്കുമ്പോൾ ഇങ്ങനെ കൊടുക്കാൻ മതി. അതായത് ആരും സാഹചര്യം കൊണ്ടാണ് പല കള്ളന്മാർ വന്നത്. ഞാൻ ഇങ്ങനെ ചുരുക്കി ലാസ്റ്റ് ഒരു കൺക്ലൂഷൻ പോലെ ഒരു എസ്സേക്കെല്ലാം വന്നത്. അതേപോലെ തന്നെ എന്താ പറയുക അത്രയും നാട്ടിലെ അത്രയും ഒരു ലോക്കൽ വില്ലേജിലെ മേർഡറിങ്ങെല്ലാം നടക്കുന്ന അങ്ങനത്തെ ഭയങ്കര നോർമലായിട്ട് കാണുന്നത്. ഇതേപോലത്തെ മേഴ്സിയുള്ള ആൾക്കാരും ഭയങ്കര ഇതാണ്. അതായത് കള്ളൻ്റെ ഉള്ളിലും എന്താ പറയുക എല്ലാ കള്ളന്മാരും നമുക്കിപ്പോൾ ഒരു കള്ളൻ എന്ന് പറയുമ്പോൾ ഭയങ്കര ബാഡായിട്ട് തോന്നുക. പക്ഷെ എന്നാൽ കള്ളൻ്റെ ഉള്ളിൽ ഒരു മേഴ്സി ഉണ്ട്. സാഹചര്യം കൊണ്ട് അത് ദാരിദ്ര്യമാണ് സാഹചര്യമാണ് പല മനുഷ്യനും പല രീതിയിലാക്കുന്നതെന്ന് പറയുന്ന പോലെ കള്ളന്മാർ ആയതിൻ്റെ റീസൺ മേ ബി ഓരോ ദാരിദ്ര്യം അങ്ങനെ പല കാര്യങ്ങളായിരിക്കും. ഇങ്ങനെ എവരി ഹ്യൂമൻ ഈസ് എ ഗുഡ്, സിറ്റുവേഷൻ മേക്ക് ദം ബാഡ് എന്നാലും അങ്ങനെ എഴുതി കൊടുത്താൽ മതി. അപ്പോൾ ഇങ്ങനെ ചുരുക്കി പറയും. ഇത്രയും മെയിനായിട്ട് കഥ. ഞാൻ എനിക്ക് എന്താ ജസ്റ്റ് സമ്മതം നിങ്ങൾ